ഹായ് ആൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി നിങ്ങൾ കാണുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് ഞാൻ ക്ലോസ് ആക്കുന്നില്ല, ഓപ്പൺ തന്നെയാണ് ഇടുന്നത്. ചിലപ്പോൾ ഞാൻ ഓരോരുത്തർ വരുമ്പോൾ എനിക്ക് അഡ്മിഷൻ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അപ്പം അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൗജന്യ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ സൗജന്യ വെബിനാറിലുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണോ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളാണോ? കുറച്ചൊക്കെ നമ്മൾ ഹാപ്പി ആയിരിക്കും അല്ലേ? എന്നാലും ചില സമയങ്ങളിലൊക്കെ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലും അത് ഉണ്ടാവും. അതായത് എന്താ പറയാ, സ്നേഹമുള്ളടത്താണ് അടി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ അതുപോലെ കുഞ്ഞു കുഞ്ഞു അടികളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലെ, ചെറുതായിട്ടൊക്കെ. എല്ലാവരും ഹാപ്പി ആണ്, വളരെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഇടുക. ഓക്കെ ആണ്, കുഴപ്പമില്ല എന്നാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, തംസപ്പ് ചെയ്യുക. എനിക്ക് സുമ ചേച്ചിനെ മാത്രമേ കാണാമല്ലോ കേട്ടോ. ഓക്കെ, റുമീസ, സബി, ചക്കോ, സുമ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഹാപ്പി ആണ്. കുറച്ചു പേരൊക്കെ ഒരു ഓക്കെ ലെവലിൽ പോവാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു 1 hour സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടെ ബെറ്റർ ആവാം. അപ്പൊ നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഇപ്പൊ ഉള്ള ലൈഫിൽ നമ്മളെല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും ആയിരിക്കില്ല. നമുക്ക് ചില കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മളിലും ഉണ്ടായിരിക്കും, നമ്മുടെ പങ്കാളികളിലും ഉണ്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളിന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് തന്നെയാണ്. സോ ഞാൻ അനില സുരേഷ്, മൈൻഡ് കോച്ച് ആണ്. അതേപോലെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ബൈ പാഷൻ ആണ് ഞാൻ മൈൻഡ് കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് മോർണിംഗ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാകുമല്ലോ ഒരു മെസ്സേജ്, നമ്മുടെ ഗ്രൂപ്പിലത്തെ ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യം. ആ വ്യക്തി അവരുടെ ഹസ്ബൻഡൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അവർക്ക് ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, കഴിഞ്ഞിട്ടില്ല ജോയിൻ ചെയ്യാൻ. പക്ഷെ ഓക്കെ, അവരുടെ കാര്യം നമ്മൾ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലൈഫ് ഇല്ലാതാക്കുക എന്നുള്ളതല്ല, അല്ലെ? അതാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊക്കെ ഈസിയാണ് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം, ഒരു സങ്കടം ഒക്കെ വരുന്ന സമയത്ത് ജീവിതമൊക്കെ അവസാനിപ്പിക്കാൻ അടിപൊളി എളുപ്പമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഏറ്റവും എന്താ പറയാ ഒരു ബെസ്റ്റ് ലൈഫാണ് ഹ്യൂമൻസിന്റെ എന്ന് പറയും, മനുഷ്യന്മാരുടെ. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ അത് നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് അടിപൊളിയാണോ അല്ലേ എന്നുള്ളത്. അല്ലേ? കറക്റ്റ് അല്ലേ? ആണോ? ആണെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്യൂ. യെസ്, താങ്ക് യു. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മുടെ മാരേജ് ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിൽ പല ആളുകളും ചെറുപ്പത്തിലെ മാരേജ് കഴിഞ്ഞ ആളുകളുണ്ടാവും. കുറച്ചൊക്കെ ഒരു 21 അല്ലെങ്കിൽ ഒരു 35 അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ഏജിൽ മാരേജ് കഴിഞ്ഞ ആളുകളുണ്ടാവും. ഇവിടെ ഉള്ള വ്യക്തികളൊക്കെ ഏത് ഏജിലാണ് മാരേജ് കഴിഞ്ഞെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ നിങ്ങൾക്ക് മെസ്സേജ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ഇടാം. നിങ്ങളുടെയൊക്കെ എത്രാമത്തെ വയസ്സിലായിരുന്നു മാരേജ് കഴിഞ്ഞെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഒന്ന് കമന്റ് ചെയ്യോ? ഇൻ മെസ്സേജസിൽ എടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യാൻ പറ്റും. 20 വയസ്സിൽ സജി. ഓക്കെ, നെക്സ്റ്റ് 26 ചാക്കോ, റുമീസ 19. എൻ്റെ അമ്മോ, സബിന 17 വയസ്സിലോ? ഓക്കെ, ബാക്കി സുമി ചേച്ചി എത്ര വയസ്സിലായിരുന്നു മാരേജ്? 18. ഓക്കെ, കേൾക്കാം. ഓക്കെ. സോ ഓരോരുത്തരുടെ ലൈഫിലും ഓരോരോ പ്രായത്തിൽ അല്ലെ, നമ്മൾ ചിലപ്പോ അറിവ് വരുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിഞ്ഞ ആളുകളായിരിക്കും. ഇപ്പോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോളേജിലാണെങ്കിലും എല്ലായിടത്തും നമ്മളുടെ പല കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? പല കാര്യങ്ങൾ. അതായത് നമ്മൾ രാവിലെ എണീച്ചാ പല്ല് തേക്കണം, മുഖം കഴുകണം, അല്ലെങ്കിൽ നീറ്റ് ആയിട്ട് ഇരിക്കണം, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതികൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മാരേജ് കഴിഞ്ഞ് പോകുന്ന ഒരു വ്യക്തിയോട്, ഇതിപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും കുഞ്ഞു മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മേ ബി പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് പോണവരായിരിക്കും, വാട്ടവർ ആരാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് വേണം അവർ വളരാൻ വേണ്ടിയിട്ട്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു ഒറ്റ കാര്യം, നമ്മുടെ ഒരു മാരേജ് ലൈഫ്
ആ ഒരു മാരേജ് ലൈഫിനെ കുറിച്ചിട്ട് നമുക്ക് ആരും തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ പറഞ്ഞു തരില്ല. നമ്മൾ എങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലവർ പറയും അവൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവന്റെ വീട്ടുകാരെ എന്ത് പറഞ്ഞാലും നീ അതൊക്കെ സഹിച്ച് നിൽക്കണം കേട്ടോ, അവർ പറയുന്നത് കേൾക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെൺകുട്ടികളെ പറഞ്ഞുവിടെ. ബോയ്സിന്റെ അടുത്ത് എന്ത് പറയും, അവള് വേറൊരു വീട്ടിൽ നിന്നും വരുന്ന വ്യക്തിയാണ്. എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നെറ്റ് കണക്ഷൻ കട്ടെന്ന് കാണിക്കുന്നുണ്ടല്ലോ. വോയിസ് ഓഡിയബിൾ ആണോ? വോയിസ് കേൾക്കുന്നില്ലേ? ഉണ്ടല്ലേ? ഞാന് കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കേട്ടോ. ഓക്കെ, ടെക്നിക്കൽ എറേഴ്സ് ഒക്കെ വരും, അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, സോ എന്താണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്? അൺസ്പോക്കൺ റൂൾസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ദാമ്പത്യത്തില് നമ്മള് ചെറുപ്പം മുതലേ കണ്ടും കേട്ടും ഒക്കെ പഠിച്ചിട്ടുള്ള പല 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 സമ്പ്രദായങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഭർത്താവാണ് വരുമാനം മുഴുവൻ കൈകാര്യം ചെയ്യണം, ഭാര്യ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യാനുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പോ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഭർത്താവ് ഊഹിച്ചെടുത്ത് മനസ്സിലാക്കി ചെയ്തു തരും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചെറുപ്പം മുതലേ അത് കയറിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ മൂലമാവാം, അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സിന്റെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയുടെയും അച്ഛയുടെയും ഒക്കെ ലൈഫ് സ്റ്റൈല്, എന്തൊക്കെ കാരണം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ മനസ്സിനുള്ള പല 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 കാര്യങ്ങളുണ്ട്. ഇന്ന് കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ലൈഫിലുള്ള ലൈഫ് സ്റ്റൈൽ കുറെ മാറിയിട്ടുണ്ട്. പെൺകുട്ടികളാണെങ്കിലും പഠിച്ച് ജോലിയൊക്കെ ആയതിനു ശേഷം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വില്ലിങ് ആവുന്നു. ചില കുട്ടികൾ ഇതുപോലെ 17 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആരുടെ കൂടെയൊക്കെ ഓടി പോകുന്നു. എല്ലാം നടക്കുന്നുണ്ട് ഈ സൊസൈറ്റിയിൽ. ലൈഫിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഏകദേശം ഒരു കല്യാണം കഴിഞ്ഞൊരു 10 വർഷമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴും അറിയാത്തവരുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടും 10-50 വർഷം കഴിഞ്ഞാലും മനസ്സിലാവാത്തവരുണ്ട്, മനസ്സിലായാലും പ്രതികരിക്കാൻ കഴിയാത്തവരുണ്ട്. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണെന്നുള്ളത് അറിയാനേ നമുക്കേ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് ഒരാൾക്കും, ഇപ്പൊ എനിക്കൊന്നും നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കും എന്റെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്റെ ലൈഫ് ഹാപ്പി ആയി കൊണ്ടുപോകണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയി കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഭംഗിയായി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ നമ്മൾ പങ്കാളിയുമായിട്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കലുണ്ടോ സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്? ജസ്റ്റ് നമ്മൾ വെറുതെ ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ വെറുതെ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പണ്ട് ഇരിക്കുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ലുണ്ടോ? ജസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ. കഴിയുന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ്, അല്ലെങ്കിൽ നമ്മുടെ തംസ് ഡൗൺ ഉണ്ടോ ഒന്നും അല്ലേ? യെസ്, സാജിക്ക് പറ്റുന്നുണ്ട്. പറ്റാത്തവർ വേറെ ഏതെങ്കിലും സിമ്പിൾ ഇടാം കേട്ടോ. പറ്റുന്നില്ല അല്ലെ സബി? ഓക്കെ ഡിയേഴ്സ്. ചില ആളുകൾക്ക് പറ്റലില്ല, കഴിയലില്ല. അതെന്താ കാരണം? ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് നമുക്കൊരു പീരീഡ് ഉണ്ട്, ഹണിമൂൺ പീരീഡ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ആ കണ്ടുമുട്ടുന്ന ഒരു പീരീഡ്, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലങ്ങൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ നല്ല രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ അടുത്തും ഒന്നും പറയാൻ നിൽക്കില്ല, അവർ നമ്മുടെ അടുത്തും പറയില്ല. പ്രത്യേകിച്ച് ബോയ്സ് ഒന്നും നമ്മളെ പോലെ അല്ല, അവർക്ക് അതിനേക്കാൾ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും. നമ്മളൊക്കെ അറിഞ്ഞു ചെയ്യണം എന്നുള്ള ആ ഒരു വേർഡ് കേട്ട് നമ്മൾക്ക് നോക്കുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്കറിയില്ല, നമ്മളെ നോക്കുമ്പോൾ അവർക്കും അറിയില്ല അല്ലെ? നമ്മൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇപ്പൊ എന്നെ നോക്കിയിട്ട് എന്റെ ഹസ്ബൻഡ് പറയണം, അവൾക്ക് ബിരിയാണി കഴിക്കണം തോന്നുന്നുണ്ട് കൊണ്ട് കൊണ്ടുവന്നാ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അപ്പൊ ഞാൻ കഴിക്കില്ല. എനിക്ക് വേണമെങ്കിലല്ലേ ഞാൻ കഴിക്കുക. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നിയിട്ട് എന്റെ മനസ്സിൽ ആ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് ഞാൻ തന്നെ അസ്യൂം ചെയ്തിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യുകയാണ്. പക്ഷെ അതല്ല കാര്യം. നമ്മുടെ മാരേജ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കുക, പറയുക, മനസ്സിലാക്കുക, ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? ചോദിക്കുക, പറയുക, മനസ്സിലാക്കുക, ചെയ്യുക. നമ്മൾ സംസാരിക്കുക എന്ന് വെച്ചാൽ സംസാരിക്കുക പറഞ്ഞാൽ ചില സമയത്തൊക്കെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ബന്ധുക്കളുടെ കാരണം, വീട്ടിലത്തെ കാര്യം, എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ദേഷ്യം പിടിച്ച് നമ്മൾ ആകെ ഫ്രസ്ട്രേഷൻ ആയി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ദയവ് ചെയ്ത് സംസാരിക്കാൻ നിൽക്കണ്ട. അതായത് ഒരാൾ ദേഷ്യത്തിലാണെങ്കിൽ മറ്റേ ആൾ കാമായിട്ടിരിക്കും. മറ്റേ ആൾ ദേഷ്യത്തിലാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് പറഞ്ഞു വെക്കപ്പോ തന്നെ എനിക്ക് ചില സമയത്ത് ദേഷ്യമൊക്കെ വരും കേട്ടോ. ഞാൻ ഒരു മനുഷ്യനാണ്, ഒരിങ്ങനെ മനുഷ്യ സ്ത്രീയാണ്. അപ്പൊ എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് നടത്തി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ മനസ്സ് എന്തിനാണ് ഇത്രയും കാലം എന്നോട് ഇന്നൊരാൾ പറഞ്ഞൊരു വേർഡാണ്, ഞാൻ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, എല്ലാം ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, പക്ഷെ എനിക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ വാല്യൂ എന്ന് പറയുന്ന സംഭവം ആരും നമുക്ക് തരേണ്ടതല്ല അല്ലെ? നമുക്ക് തരേണ്ടതാണ് വാല്യൂ.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾ തരേണ്ടതാണ് നമുക്ക് വാല്യൂ എന്ന്? ആദ്യം നമ്മൾ നമുക്കൊരു വാല്യൂ കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പണ്ട് കോളേജിക്ക് സ്കൂളിലേക്ക് പോയ കാലഘട്ടത്തേക്ക് നിങ്ങളൊന്ന് പോവുക. അന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പോയിട്ടുണ്ടാവുക? കുളിക്കാതെ നനയ്ക്കാതെ ഒരു കീറത്തുണിട്ടിട്ടാണോ പോയിട്ടുള്ളത്? ആയിരിക്കില്ല അല്ലെ? പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവൻ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഇപ്പോഴാണെങ്കിൽ കൂടി നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് വളരെ സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിരിക്കും അല്ലെ? സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് നമ്മൾ പോവുള്ളൂ. ആരെ കാണിക്കാനാണ്? നാട്ടുകാർ കണ്ട എന്ത് പറയും? നമ്മൾ വേറെ ആൾക്കാർക്ക് ഇതാക്കാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മൾ നാട്ടുകാർ കണ്ട എന്ത് പറയും, ബന്ധുക്കളുടെ മുന്നിൽ നമ്മൾ പോകുമ്പോൾ ഒരു സെറ്റപ്പ് ഒക്കെ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഏതൊരു കോലത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? ഇപ്പൊ ഞാൻ മീറ്റിംഗ് ഒക്കെ എടുക്കാൻ വന്നുകൊണ്ടാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റായിട്ട് മുടിയൊക്കെ കെട്ടിട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒക്കെപ്പാടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പിൻ കെട്ടി വെക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു മാക്സ് ഇതുപോലെ എടുത്തിടും, അങ്ങനെയൊക്കെ അല്ലെ? കുമ്പ ചേച്ചിനെല്ലാം ഉദ്ദേശിച്ചിട്ടോ. നമ്മൾ അങ്ങനെയല്ലേ ഇരിക്കല്? ആ ഒരു രീതിയിലല്ലേ? ഇനി പെട്ടെന്ന് കിച്ചണിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താവും, ഓടി പിടിച്ചു പോയി. ഇപ്പൊ ജെൻസ് ആണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരവരുടെ ഓഫീസിലൊക്കെ പോണ സമയത്ത് അടിപൊളിയായിട്ട് പോയിട്ടുണ്ടാവും, വെൽ ഡ്രസ്ഡ്, പെർഫ്യൂം ഒക്കെ അടിച്ച് സെറ്റപ്പ് ആയിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് പോകും. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബെങ്ങിനൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എത്ര നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് ആവണോ, എത്ര നല്ല രീതിയിൽ നമ്മളുടെ ശരീരമൊക്കെ ക്ലീൻ ആക്കുന്നു, എത്ര നന്നായിട്ട് നമ്മൾ ഒരുങ്ങുന്നോ, അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലും ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടി നോക്കുക. നമ്മളെല്ലാവരും ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ നീച്ചു കുടുംബത്തിൽ നമ്മുടെ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഐ എം വെരി ഹാപ്പി, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം പവർഫുൾ എന്നൊക്കെ നമ്മൾ അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ലേഡീസ് ഒന്ന് കണ്ണെഴുതാം, പൊട്ടുകുത്താം, ഒന്ന് ചിരിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സുകൾ ചെയ്യാം. അതേപോലെ നമ്മുടെ പങ്കാളിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പങ്കാളികളുമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സംസാരിക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം, ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കണം. ഓക്കെ, ഇനിയിപ്പോ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം കാരണമാണ് നമുക്ക് ആ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ട് നമുക്കറിയില്ല, ഓപ്പോസിറ്റുള്ള വ്യക്തിക്കാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അവിടെ പോയിട്ട് നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ഇല്ലേ? ഇപ്പൊ നമ്മളൊരു കാര്യത്തിൽ ടെൻസ്ഡ് ആണ്, ആ സമയത്ത് ഞാൻ വന്ന് വലിയ കഥ പറയാൻ നിൽക്കുക നിങ്ങളുടെ മുന്നിൽ. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കേൾക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ദേഷ്യം വരും അല്ലേ? അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനോട് ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു അൺസ്പോക്കൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയാവും പ്രശ്നമാവും തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പേപ്പർ എടുക്കുക. ആ കടലാസിൽ നിങ്ങൾ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ തുറന്നെഴുതുക. പണ്ടൊക്കെ ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ലെറ്റേഴ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ മെസ്സേജ് ആയി, ഇമെയിൽ ആയി, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതി, ഈ ഒരു ടെക്നിക്ക് ഞാൻ എന്റെ ലൈഫിൽ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില സമയങ്ങളിൽ ഇവിടെയും ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ചിലപ്പോൾ ബിസിനസിന്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യമായിരിക്കാം. അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയിപ്പോ എന്തിനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം, നീ കൊണ്ടുവന്ന ക്യാഷ് കൊണ്ട് വേണോ നമുക്കവിടെ ജീവിക്കാൻ എന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സ്വാഭാവികമാണ്. എന്റെ ലൈഫിൽ മാത്രമല്ല പലരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. പക്ഷെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഈ വീട്, സ്ഥലം, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഡ്രസ്സ് നമുക്ക് ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ആകപ്പാടെ കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മൾ അറിഞ്ഞ സന്തോഷങ്ങളും സങ്കടങ്ങളും വേദനകളും ഒക്കെയാണ് നമ്മുടെ ആത്മാവിന്റെ കൂടെ പോവുക. അതിൽ നമ്മൾ എത്രത്തോളം ക്രൂരതകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അത് വേറൊരു സെഷനാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ അതിനെ കുറിച്ച് ഗ്രാഹ്യമായി പഠിച്ചിട്ടില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് പങ്കാളിയുമായിട്ട് പറയാനുള്ള കാര്യങ്ങളെ ജസ്റ്റ് ഒരു പേപ്പറിൽ നിന്ന് നോട്ട് ചെയ്ത് എഴുതുക. എനിക്ക് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതാണ് ഇഷ്ടം, നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഈ കാര്യം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമാവുന്നില്ല, ഇനി അങ്ങനെ ചെയ്യല്ലേ, നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ എഴുതുക. ഓരോരോ പോയിന്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതേണ്ടത് ആ രീതിയിൽ എഴുതുക. എന്നിട്ട് അവരിയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ചോദിച്ചാൽ അവർക്ക് അത് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇവിടെ എഴുതി തന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് വായിക്കുന്ന സമയത്ത്, അത് റീഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സിലേക്ക് ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യണ്ട, ചില മാറ്റങ്ങൾ നമ്മളും വരുത്തണം എന്നുള്ളൊരു തോന്നൽ വന്നാൽ അവിടെ നിന്ന് നമുക്ക് മാറ്റങ്ങൾ വരും. ഇനി കല്യാണം കഴിച്ച് നമ്മുടെ മക്കളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അവിടെ പോയിട്ട് അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ എന്താണ്, ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്, ഇഷ്ടപ്പെട്ട കാര്യം. ചില ആൾക്ക് ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല,
ചിലപ്പോൾ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന്. എന്താ കാരണം? അവർക്ക് അവരുടെ ഇഷ്ടങ്ങളൊക്കെ മറന്നുപോയി. പ്രത്യേകിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ്സിന്റെ കാര്യത്തേക്ക് നിങ്ങൾ പറഞ്ഞു 18 വയസ്സിലോ കല്യാണം കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ 17 വയസ്സിൽ 20 വയസ്സിലൊക്കെ. അതിനുശേഷം നമ്മുടെ ലൈഫ് പറയുന്നത് നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഇവർ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ, ചിലവർ വർക്കിന് പോണവരുണ്ട്, ബാക്കിയുള്ള ആളുകൾ എന്താണ്, നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എന്തൊക്കെ നോക്കി നിൽക്കുകയാണ്. അവർ പുറത്തു പോയി വർക്ക് ചെയ്യാണ്. ചെറുപ്പം മുതലേ അവരുടെ ഷോൾഡറിലാണ് ആ വീടിന്റെ ഭാരം. അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ. നമുക്ക് വീട്ടിലിങ്ങനെ ഇപ്പൊ കുറെ പേര് അങ്ങനെ ആയിരിക്കണം കേട്ടോ, വൈഫൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, ഹസ്ബൻഡ്സ് വീട്ടിലിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറുപ്പം മുതലേ അത് അങ്ങനെയാണ്. ഹസ്ബൻഡ്സ് പുറത്തു പോകണം, വർക്ക് ചെയ്യണം, കൊണ്ടുവരണം, അല്ലെങ്കിൽ വീട്ടിലത്തെ പണികളൊക്കെ ലേഡീസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു ഓഫീസ് വർക്ക് ആയാലും വീട്ടിലുള്ള ജോലികളാണെങ്കിലും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കാഠിന്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലും ചെറു കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ വിമർശിക്കുന്നതിന് പകരം ആവശ്യങ്ങൾ പറയുക. എന്റെ കൂടെ ഒന്ന് ഡ്രസ്സ് മടക്കി വെക്കാൻ കൂടുമോ, അല്ലെങ്കിൽ നമുക്ക് പാത്രം കാണുന്ന സമയത്ത് എന്റെ അവിടെ നിന്ന് വന്ന് നിൽക്കുമോ, അല്ലെങ്കിൽ മറ്റേ ജോബിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ പോകുന്ന ജോബിൽ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോകുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കും പോലീസിന്റെയും പട്ടാളക്കാരുടെ ലൈഫിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, എല്ലാ വർക്കിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളും ടെൻഷൻ ആവും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ കളിയാക്കും, നമ്മളവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ എപ്പോൾ വരുന്നോ അപ്പം മുതൽ, അല്ലെങ്കിൽ നമുക്ക് വിവരമില്ല, നമുക്കൊന്നും പറഞ്ഞു തരാറില്ല, നമ്മൾ അന്തല്ലാത്തവരാണെന്നൊരു തിങ്കിങ് എപ്പോൾ വരുന്നോ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് ഇവരെന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോട് ഒരു കാര്യത്തെ കുറിച്ച് ഷെയർ ചെയ്യാതെ ഫ്രണ്ട്സിന്റെ അടുത്ത്, റിലേറ്റീവ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ ആരുടെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ള ഈ ഒരു അകൽച്ച കൂടി വരികയാണ്. 18 വയസ്സിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു കല്യാണം കഴിഞ്ഞ ആ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കില്ല ഇപ്പോ. ചില ആളുകൾ വീണ്ടും ക്ലോസ് ആയി വരും. ചില ആളുകൾ എന്താവും, ഇങ്ങനെ അകന്ന് പോകും. അപ്പൊ നമുക്ക് ആകെ ഒരു ലൈഫിൽ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തികളാണ് ഇവര്. നമ്മൾ അവർക്കും അവർ നമുക്കും എന്നുള്ള പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്യാതെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ചോദിച്ചതിന് ഒപ്പം തന്നെ നമ്മൾ തരത്തായിട്ട് മറുപടി പറയാതിരിക്കുക. അത് കേട്ടിട്ട് നമുക്കൊരു സൊല്യൂഷൻ തോന്നുമല്ലോ. എല്ലാവരും മനുഷ്യന്മാരാണ്, കോമൺ സെൻസ് ഉള്ളവരാണ്. ഇത്രയും ദിവസത്തെ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ലൈഫായിട്ട് നമുക്ക് ബന്ധമുള്ള ആളുകളാണ്. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളായി ഉണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടും. നിങ്ങൾക്ക് ആ സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇന്ന വ്യക്തിയുടെ ഇന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മളൊന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഓക്കെ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മാരേജ് ലൈഫിലത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു റൂൾ എന്ന് പറയുന്നത്, മാരേജ് ലൈഫിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ശീലിക്കുക, ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി ശീലിക്കുക, കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതിപ്പോ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ലവ് പറഞ്ഞ എന്താ, സ്നേഹം അല്ലെ. സ്നേഹം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരുടെ മനസ്സിൽ എന്തുണ്ട്, സ്നേഹമുണ്ട്. എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തികളാണ്. അത് ചില ആളുകൾക്ക് നല്ല രീതിയിൽ സ്നേഹം കിട്ടും, ചില സമയത്ത് വഴക്കും കാര്യങ്ങളും ഉണ്ടാവും. ചില ആൾക്ക് ആ സ്നേഹം എന്നുള്ള കാര്യം കിട്ടില്ല, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം കിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ബ്ലെയിം ചെയ്യരുത്, അവരുടെ പിന്നാലെ പോയിട്ട് അവരെ ഇറിറ്റേഷൻ ചെയ്യരുത്. നമ്മൾ മാറുക, അവർക്ക് എങ്ങനെ വേണം നമ്മൾ എന്നുള്ളത് അവരോട് ചോദിച്ചറിഞ്ഞ്, അവർക്കിപ്പോ എങ്ങനെയാണ് ആഗ്രഹം അത് നമ്മൾ ചോദിച്ചറിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് നമ്മളിൽ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് ആവണം എന്നുള്ളതല്ല, നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവരും അവർക്ക് വേണ്ടിയിട്ട് നമ്മളും ചേഞ്ച് ആവാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവർക്ക് ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന ആളുകൾ അവരെ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഓടണ്ട. നിങ്ങൾ ചേഞ്ച് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ചേഞ്ച് ആവും. ഇപ്പൊ നമ്മുടെ RLST റിലേഷൻഷിപ്പ് ലവ് സെക്സ് തെറാപ്പി എടുത്തിട്ടുള്ള 3 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ, 3 ക്ലയൻസ്. അവരുടെ ലൈഫിൽ ഡിവോഴ്സ് ആവാൻ വേണ്ടി നിന്ന 2 വ്യക്തിയുണ്ട്. അതിലൊരാൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഓക്കെ, വാട്ടർ. അപ്പോ അവര് ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കോഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ 14 ദിവസത്തെ ഒരു ക്ലാസ് ആണെങ്കിൽ ആ 14 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫിൽ എന്താ വേണ്ടത്, കുറെ ബിരിയാണി മേടിക്കുക, കുറെ ഡ്രസ്സ് മേടിക്കുക, സിനിമയ്ക്ക് പോവുക, പാർട്ടിക്ക് പോവുക, കല്യാണങ്ങൾക്ക് പോവുക, അല്ലെങ്കിൽ 28 കെട്ട്, അത് ഇത് അങ്ങനെ എങ്ങനെയാണ് പോകുന്നതല്ല നമ്മുടെ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫ് ഏറ്റവും നമ്മുടെ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ലൈഫ് പറയുന്നത് കുറച്ച് ടൈം പീരീഡേ ഉണ്ടാവുള്ളൂ.
ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ആളുകളാണ് നമ്മൾ മനുഷ്യന്മാര്. എപ്പോ വേണമെങ്കിലും അത് എന്തായി പോവാം, സ്റ്റക്കായി പോവാം, നിന്ന് പോയിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി നാളുകൾ ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഹാപ്പി ആയിരിക്കാൻ വേണ്ടി നോക്കുക. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഹാപ്പി ആക്കണം, വേണ്ടാന്നുള്ളതല്ല, എല്ലാവരെയും ഹാപ്പി ആക്കണം. പക്ഷെ ഏറ്റവും ഫസ്റ്റ് ഹാപ്പിനെസ് ഉണ്ടാവേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മൈൻഡിനും നമ്മുടെ ശരീരത്തിനുമാണ്. നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശരീരത്തിനെയും ഹാപ്പി ആക്കാൻ വേണ്ടി കഴിയുന്ന ഒരേ വ്യക്തി നമ്മൾ മാത്രമാണ്. പിന്നെ നമ്മുടെ പാർട്ട്ണറും, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഏറ്റവും 100% സ്നേഹം അല്ലെങ്കിൽ 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ പാർട്ട്ണർക്കായിരിക്കും. പക്ഷെ അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു 1 hour ക്ലാസ്സിൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾക്ക് വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം ഇല്ലെങ്കിൽ, ഒരു ഭർത്താവായിട്ടോ ഭാര്യയായിട്ടോ വൈകാരികമായിട്ടൊരു അടുപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശാരീരിക അടുപ്പത്തിൽ തൃപ്തികരമായിരിക്കില്ല. അല്ലേ? നമ്മളെല്ലാവരും മാരീഡ് ആയിട്ടുള്ള ആളുകൾ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം നമുക്കില്ലെങ്കിൽ, ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അടുപ്പം നമുക്ക് തോന്നില്ല. ജസ്റ്റ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം പോലും ചിലപ്പോൾ ഇപ്പൊ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു കാര്യം പറയും, ഇത്ര വയസ്സായി കഴിഞ്ഞാൽ, ഒരു ഏജ് ലിമിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ആവും, മൈൻഡിന്റെ മൂഡ് സ്വിങ് ആവും, അങ്ങനെയൊന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട് നമ്മളങ്ങനെ വിചാരിക്കുന്നതാണ്. എത്ര വയസ്സാവുകയാണെങ്കിലും, എത്ര വയസ്സ് കൂടി വരികയാണെങ്കിലും, കുറഞ്ഞു വരികയാണെങ്കിലും, എന്താണെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് കാണിക്കാൻ പറ്റുക. എപ്പോഴും റൊമാൻറ്റിക് ആയിട്ട് എപ്പോഴും അടിപൊളിയായിട്ട് ഇരിക്കണം എന്നുള്ളതല്ല. ശരീരത്തിന്റെ സുഖം മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, മനസ്സിന്റെ സുഖമാണ് ഏറ്റവും അൾട്ടിമേറ്റ്. അപ്പൊ നമ്മൾ അവരുടെ മനസ്സ്, നമ്മുടെ പങ്കാളിയുടെ മനസ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? സെൽഫ് ലവ്. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നിങ്ങളെ മാറ്റിയെടുക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അണിഞ്ഞൊരുങ്ങി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച്, നല്ല രീതിയിൽ, ഇപ്പൊ കുറെ മേക്കപ്പ് ചെയ്യണം, ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിച്ച്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയാ മുടിയിലൊക്കെ നമ്മുടെ സാമ്പ്രാണിയൊക്കെ ഇട്ട് പുകച്ച്, അങ്ങനെയൊക്കെ ചെയ്യല്ലോ ഓരോരുത്തർ. നോർമൽ വലിയ നമ്മൾക്ക് ആർക്കും ഐശ്വര്യറായ മഞ്ജുവർ അങ്ങനെ വലിയ സിനിമാ നടിമാരുടെ നമ്മൾ ആ ഒരു പ്രൊഫഷൻ അല്ല ഒന്നാമത്. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടാവും. അവരെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇവരെ കാണാൻ, നമ്മളും അങ്ങനെ തന്നെയല്ലേ, ലേഡീസ് അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ആരെ വായി നോക്കില്ല എന്ന് പറഞ്ഞാലും നമ്മൾ കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടീനെ കണ്ടാലും, കാണാൻ ഭംഗിയുള്ള ഒരു ആൺകുട്ടീനെ കണ്ടാലും നമ്മൾ നോക്കും. ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ചിലപ്പോൾ അവരിട്ട ഷൂ ആയിരിക്കാം, വളയായിരിക്കാം, മോതിരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ആയിരിക്കാം, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യില്ലേ? നിങ്ങളൊക്കെ ചെക്ക് ചെയ്യലുണ്ടോ? ചെക്ക് ചെയ്യുന്നവരൊന്ന് തംസപ്പ് ചെയ്തേ. യെസ്, ഓഫ് കോഴ്സ്, എനിക്കറിയാം. സജി ചാക്കോ, യെസ്, നമ്മളെല്ലാവരും നോക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലാതിരിക്കണം. നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലാതിരിക്കണം. മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ വ്യക്തികളും എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ കണ്ണിൽ ഭംഗിയുള്ളത് എന്ത് കണ്ടാലും, അത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാപ്പൂ ആണെങ്കിലും, മനുഷ്യന്മാരാണെങ്കിലും, കാറാണെങ്കിലും, ബൈക്കാണെങ്കിലും, എന്തായാലും നമ്മളെ നോക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ സമയത്ത് ഒരു ചിരിയൊക്കെ വരും, നമ്മുടെ മനസ്സിൽ പുഞ്ചിരിയൊക്കെ വരും. ഒരു റോസ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ, കുറെ മുടിയുള്ള പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കലുണ്ട് കേട്ടോ, കാര്യമായിട്ട് പറയാം, നോക്കലുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു അടിപൊളിയാണല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങനെ തോന്നും, സ്വാഭാവികം. അല്ലെങ്കിൽ നല്ല ജിം ആയിട്ടുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി കാണുമ്പോൾ നമ്മൾ നോക്കും, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അവരെയൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അവരിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ പങ്കാളിയിൽ വേണം എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഭംഗിയുണ്ട്. എല്ലാം തികഞ്ഞതായിട്ട് ആരുമില്ല. ചില ആളുകൾ തടിച്ചിട്ടായിരിക്കും, ചില ആളുകൾ എന്നെ പോലെ മെലിഞ്ഞിട്ടായിരിക്കും, ചില ആളുകൾ മീഡിയം ലെവൽ, നല്ല സ്ട്രക്ചറൊക്കെ ഉള്ള ബോഡി ലെവലൊക്കെ ഉള്ള ആളുകൾ, ചില ആൾക്ക് നല്ല മുടി ഉണ്ടാവും, ചില ആൾക്ക് നല്ല എന്താ പറയുക സംസാര ശൈലി ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പങ്കാളി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഫാമിലിയിലുള്ള പകുതി പ്രശ്നങ്ങളും തീരും. പിന്നെ ജോലിയിലെ ടെൻഷൻ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഒരു മൈൻഡ് പവർ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ലൈഫ് എന്താക്കാൻ വേണ്ടി പറ്റും? ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ആ ഒരു റീറൈറ്റിംഗ് യുവർ റൂൾസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാണല്ലോ, നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതുക. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു പെൻസിൽ എടുത്തു, ഒരു പെൻസിൽ എടുത്തിട്ട് ബുക്കിൽ ഒരു വര വരച്ചു, എന്നിട്ട് ഇറേസർ കൊണ്ട് മായ്ച്ചു കളഞ്ഞു. ആ വര മാഞ്ഞു പോവില്ലേ? മാഞ്ഞു പോവോ?
ഓക്കെ, മാഞ്ഞു പോകുന്നതാണ് ഈ തംസപ്പ് കൊണ്ട് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മൈക്ക് കാണിച്ചിട്ട് പറയാൻ പറ്റുമോ മാഞ്ഞു പോകുമോ ഇല്ലയോ? വരച്ച അടയാളം പോലെ കാണും. മാഞ്ഞു പോവും, പക്ഷെ വരച്ച അടയാളം അവിടെ ഉണ്ടാവും അല്ലെ? പക്ഷെ എന്നാലും ഒരു ലൈറ്റ് ആയിട്ടായിട്ടുണ്ടാവും. നമുക്ക് അതിന്റെ മുകളിൽ കൂടെ വീണ്ടും നമ്മളിപ്പോ ഞാൻ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുമ്പോൾ അപ്പൊ തെറ്റ് വരും. അപ്പൊ നമ്മൾ ഈ പെൻസിൽ കൊണ്ടൊക്കെ എടുത്ത് എഴുതി വരച്ച് മായ്ച്ചൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു വട്ടം വരച്ചു, പിന്നെയും വരച്ചു, പിന്നെയും വരച്ചു, പിന്നെയും വരച്ചു, പിന്നെയും വരച്ചു, വരച്ച് 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 വരച്ചെടുത്തു. ഒരു ടോപ്പിക് എഴുതിയിട്ട് വരച്ചു. അങ്ങനെ എത്രത്തോളം വരയ്ക്കുന്നോ അത്രത്തോളം ആ വര നമുക്ക് എത്ര മായ്ച്ചാലും പോവാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ? എത്ര പാടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ കാര്യം. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കല്യാണം കഴിഞ്ഞ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷത്തിനും സ്നേഹത്തിനും ഒക്കെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? അതിനുള്ള റീസൺ എന്താണ്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ പല 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 കാര്യങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളാവാം, അയൽപക്കത്തുള്ള ആൾ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ബന്ധുക്കള്, റിലേറ്റീവ്സ്, ഇൻലോസ്, മദർ ഇൻലോ, ഫാദർ ഇൻലോ, നാത്തൂന്മാരൊക്കെ ഉള്ള ഫാമിലിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഇല്ല, എന്നാലും ചിലയിടത്തൊക്കെ ഉണ്ട്. ചില ആളുകൾ ഇപ്പോ നമ്മളറിയാം, നമ്മളെ ഭയങ്കര സ്നേഹിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് എന്ത് പറയും? വളരെ നല്ല രീതിയിൽ എന്താ പറയാ, നമുക്കിട്ട് പണിയെന്നൊക്കെ പറയും, കുറച്ച് പണി ഉണ്ടാക്കി തരും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അറിയില്ല, നമ്മൾ എന്ത് വിചാരിക്കും? ഓക്കെ, ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, നമ്മളെ കരുതലുണ്ട്, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന്. ഓക്കെ, നമ്മുടെ നല്ലതിന് വേണ്ടി പറഞ്ഞു തരുന്നതാവാം, അല്ലായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം? 2 വട്ടം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ, നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ, നിങ്ങൾ വെയ്യാണ്ട് കിടന്നാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ, നിങ്ങളുടെ കൂടെ ഈ നാട്ടുകാരോ വീട്ടുകാരോ ആരും ഉണ്ടാവില്ല. വീട്ടുകാർ ചിലപ്പോൾ 2 or 3 ദിവസം വന്നേക്കും. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഏറിപ്പോയ ഒരു 1 or 2 or 3 മാസമൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. ചിലർക്ക് അത്ര പോലും പറ്റില്ല. പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കുക. ഇന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പോലും നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാനോ ക്ലാസ്സുകൾ തരാനോ നിങ്ങളെ കൊണ്ട് ടെക്നിക്സ് റൈറ്റ് ചെയ്യിക്കാനോ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനോ ആണ് എനിക്ക് പറ്റുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ വയ്യാണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് കുളിപ്പിച്ച് തരാനോ, നിങ്ങൾക്ക് ഡ്രസ്സ് മാറി തരാനോ, ഫുഡ് വാരി തരാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല. അവിടെ ഉണ്ടാവുന്നത് ആരായിരിക്കും? നമ്മുടെ പാർട്ട്ണർ മാത്രമായിരിക്കും ലൈഫ് ലോങ്. ഇപ്പോഴുള്ള നമ്മുടെ ഈ ചുറുചുറുപ്പുള്ള ഈ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം അവർക്ക് കരുതൽ കൊടുക്കുന്നു, എത്രത്തോളം അവരെ മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ലൈഫ് ഇപ്പൊ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ തോന്നുന്നുണ്ടോ എന്റെ പ്രശ്നമൊന്നുമല്ല, ആളുടെ പ്രശ്നമാണ്, ഞാൻ എന്ത് പറഞ്ഞാട്ടും കാര്യമില്ല, ആള് മാറില്ല. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മാറ്റി എഴുതുക എന്നുള്ളതാണ്. കാരണം അവർക്ക് മാത്രമായിട്ടൊരു പ്രശ്നമൊന്നുമില്ല. അവരും നമ്മളെ പോലെ സാധാരണ ഒരു ചെറിയ കുഞ്ഞു ബേബി ആയിട്ട് അവരുടെ അമ്മയിൽ നിന്ന് നമ്മൾക്ക് എത്തിയ ആളുകളാണ്. ഞാനിപ്പോ നമ്മളിവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, മമ്മിയാണല്ലോ എനിക്ക് എന്റെ ഹസ്ബൻഡിന് തന്നത് അല്ലെ, എന്റെ അമ്മായിയമ്മ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ഹസ്ബൻഡിന് കിട്ടില്ല, ഇല്ലല്ലോ, ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കും മാരേജ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് എന്റെ ഹസ്ബൻഡ് ആയിരിക്കില്ല, വേറെ ആരോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും ഒരു കുഞ്ഞു ബേബിയായി നമ്മുടെ അമ്മയിൽ നിന്ന് വരുന്നു. നമ്മുടെ അമ്മ ആയിക്കോട്ടെ, നമ്മുടെ അച്ഛനായിക്കോട്ടെ നമ്മളെ വളർത്തുന്നു. നമ്മൾ വളർന്നു വന്നതിന് ശേഷം ഒരു പ്രായം എത്തുന്ന സമയത്ത് ഒരു വ്യക്തിയെ നമ്മളെ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന വ്യക്തിയും ഇതുപോലെ ഒരു കുഞ്ഞായി അവരുടെ അമ്മയുടെ അച്ഛന്റെയും പൊന്നോമന മകനായി വന്നിട്ടുള്ള, അല്ലെങ്കിൽ കുറെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വന്ന ആ വ്യക്തിയുടെ കയ്യിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ രണ്ടുപേരും ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറിൽ വന്ന ആളുകളാണ്. നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ല അവരുടെ ഇഷ്ടം, എന്റെ ഇഷ്ടം തന്നെ അവരുടെ വരണം എന്നല്ല, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം തന്നെ നമുക്ക് വരണം എന്നില്ല, അങ്ങനെയല്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അത് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോട് സംസാരിച്ച് മനസ്സിലാക്കുക. ഒറ്റയടിക്ക് തന്നെ എല്ലാ മാറ്റങ്ങളും വരുത്താനും പറ്റില്ല. നമ്മളൊക്കെ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കുക്കിംഗ് അറിയില്ല, അവിടുത്തെ ആളുകളിനെ അറിയില്ല, അവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ച് അറിയില്ല. പിന്നെ നമ്മൾ അവിടുത്തെ എല്ലാം ആവും. അവിടുത്തെ വേലക്കാരി ആയിരിക്കും, അവിടുത്തെ ഡോക്ടർ ആയിരിക്കും, അവിടുത്തെ എഞ്ചിനീയർ ആയിരിക്കും, മിക്സിയൊക്കെ കിടന്ന റെഡിയാക്കും അല്ലെ, നമ്മൾക്ക് പല പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ ടീച്ചറാവും, നമ്മളവിടെ എല്ലാം ആവും, നമ്മളവിടെ എല്ലാം ആയിരിക്കും. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഈ ഒരു നമ്മളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൻസിൽ കൊണ്ട് വരച്ച് 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 വെച്ച മാതിരി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് വന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ കാരണം നമുക്ക് അവരോട് ചില സമയത്തെങ്കിലും ദേഷ്യം തോന്നും. ഇപ്പൊ കൂടെ അവർ അന്ന് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്ക് അത് അങ്ങനെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ 100 വട്ടം പറയുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ്,
അവരോട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇനി പറയാൻ പോണ സമയത്ത് അത് നല്ല അടിയാവും ചെയ്യും. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പോവണ്ട, സംസാരിച്ചാൽ പ്രശ്നമാകും എന്നുള്ള വ്യക്തികൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു ലെറ്റർ എഴുതുക. വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ ഒരു ലെറ്റർ എഴുതുക. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ശാന്തമായിട്ടിരിക്കുന്നത്, ആ സമയത്ത് ഒന്ന് വായിച്ചു നോക്കണം, ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളത് നമ്മൾ പറയാം. എന്നിട്ട് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ അവരത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് മറുപടി നമ്മൾ ചോദിക്കണം. നമ്മളൊരു കുട്ടിക്കളി തമാശയല്ല ഇപ്പൊ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ആരും 10 വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടികളോ അല്ല. എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞ് ഒരു ലൈഫൊക്കെ നമ്മൾ തുടങ്ങി, നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോയി സക്സസ് ആയ ആളുകളുണ്ട്, ഡിപ്രഷൻ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്, കുറച്ചൊക്കെ ഹാപ്പി ആയി പോകുന്നവരുണ്ട്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി പോകുന്നവരുണ്ട്. പല ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആളുകളാണ്. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ പരസ്പരം, അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പരസ്പര സംസാരം എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടായിരിക്കണം. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പരസ്പരം സംസാരിച്ചത് ക്ലിയർ ആക്കണം. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല പല ഇഷ്യൂസ് ആയിരിക്കും, അല്ലെ? ഓരോരുത്തർക്കും പല പല ഇഷ്യൂസ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക. നമ്മുടെ കാര്യങ്ങളിനെ അടിപൊളിയായി സെറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അതിനുവേണ്ടി കുറെ അഫോർമേഷൻസും കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ ലൈഫിൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാനും, അതേപോലെ തന്നെ നമ്മുടെ ലവ്, സ്നേഹം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പാർട്ട്നേഴ്സിന്റെ ഇടയിൽ സ്ട്രോങ് ആവാനും. അതുപോലെ എന്റെ അടുത്ത് ഒരു ക്ലയന്റ്, ഞാൻ പറഞ്ഞ 2 ക്ലയന്റ്സിൽ ഒരു ക്ലയന്റ് പറഞ്ഞിട്ടുള്ള കാര്യം, അവരുടെ പാർട്ട്ണർക്ക് വേറൊരാളുമായിട്ട് അഫെയർ ഉണ്ട് എന്നാണ്. ഓക്കെ, വേറൊരാളായിട്ട് അഫെയർ ഉണ്ട്, അത് ഇവർ കണ്ടിട്ടുണ്ട്, ഇവർ അറിഞ്ഞിട്ടുണ്ട്, മെസ്സേജും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവരുടെ കണ്ണെന്നൊക്കെ സൗണ്ട് ഒക്കെ ഇടറി. ഞങ്ങൾ ഗൂഗിൾ മീറ്റ് 1-to-1 സെഷൻ ആയിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവർ പറഞ്ഞ ആ വാക്കുകളിൽ അവർക്ക് അവരുടെ ഹസ്ബൻഡിനോട് എത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും അവരുടെ ഹസ്ബൻഡ് അത്രയും അകന്നു പോയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് പിന്നെ റീതിങ്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ 7ാമത്തെ ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി അത് ഹസ്ബൻഡിന്റെ മാത്രം പ്രശ്നമല്ല. ഇത്രയും ദിവസം ഹസ്ബൻഡിനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഹസ്ബൻഡിന് മാത്രം പ്രശ്നമല്ല, നമ്മൾ പറഞ്ഞ വാക്കുകൾ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുകൂടെയാണ് അതിന് കാരണം. അപ്പൊ നമ്മളത് ഒരിക്കലും നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല, ഞാൻ ചെയ്തതാണെന്ന്. പക്ഷെ നമ്മുടെ ഇപ്പോ ഈ മെഡിറ്റേഷൻ സെഷനൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ കാമായി കഴിഞ്ഞ് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ വരും. ഇപ്പൊ അവര് ഹാപ്പിയാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, എല്ലാത്തിനും ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടായിരുന്നു. ചില ആൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയും. മക്കൾക്ക് വേണ്ടി ജീവിക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. നമ്മളുടെ കൂടെ, നമ്മുടെ ഇത്രയും കാലം നമ്മുടെ കൂടെയുള്ള ആ വ്യക്തി, ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പൊ ഇല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്താണ്? നമ്മൾ പണ്ടത്തെ ആ ഒരു ചെറുപ്പക്കാരൻ ചെക്കനോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരി പെൺകുട്ടിയോ അല്ല, നമ്മളൊക്കെ മാറി. നമുക്ക് ഒരുപാട് പണ്ട് പ്രണയിച്ച് നടക്കുന്ന കാലത്ത് ഉണ്ടാകുന്ന സ്നേഹം ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ്? ലൈഫിന്റെ ഭാരം മുഴുവൻ അവരുടെ തോളിലാണ്. കറണ്ട് ബില്ല് അടയ്ക്കണം, EMI അടയ്ക്കണം, അത് ഇത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ പിന്നാലെയുള്ള ഓട്ടത്തിന്റെ ഇടയ്ക്ക് അവരും ആഗ്രഹിക്കുന്ന ഈ സ്നേഹം നിറഞ്ഞ മുഖത്തോട് നിൽക്കുന്ന, നമ്മൾ പറയില്ലേ, പൂമുഖവാതിൽക്കൽ സ്നേഹം ഇടർത്തുന്ന പൂന്തിങ്ങളാകുന്ന ഭാര്യ, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി വരിക. ആ സമയത്തായിരിക്കും നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിട്ട് നമ്മൾ എന്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെ? അവരൊക്കെ എന്തിനാണ് ഈ നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ടു പോയിരിക്കുന്നത്? അവിടെ പോയി ചില ആളുകൾ ഓക്കെ നല്ല പൊസിഷനിലായിരിക്കും, എന്നിരുന്നാൽ കൂടി എത്ര വലിയ AC റൂമിലാണെങ്കിലും സ്ട്രെസ്സും പ്രശ്നങ്ങളും ഉള്ള ആളുകളായിരിക്കും കൂടുതൽ ജോബ് ചെയ്യുന്ന ആളുകൾക്ക്. ടാർജറ്റ്സ് ഉണ്ടാവും, മുട്ടിക്കണ്ടേ, നല്ല നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. വർക്ക് ചെയ്ത് വെറുതെ ഇരുന്ന് കറങ്ങിയൊന്നും, ആ കസേരയിൽ കിടന്ന് കറങ്ങിയാലൊന്നും കിട്ടൂല പേയ്മെന്റ്. അതേപോലെ തന്നെ കുറെ പേര് അവിടെ പോയി ഫുഡ് ഇല്ലാതെ, വെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ക്യാഷ് ഒക്കെ നമ്മൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ലേഡീസിന്. ചില ലേഡീസ് പോകുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളെ എല്ലാരെയും വിട്ടിട്ട്. അപ്പൊ എല്ലാത്തിനും എന്താണ്, ജീവിക്കാൻ വേണ്ടി ക്യാഷ് വേണം എന്നുള്ള ഒറ്റ കാര്യത്തിനാണ്. പക്ഷെ ജീവിക്കാൻ വേണ്ടത് ക്യാഷ് വേണം, വേണ്ടെന്നുള്ളതല്ല, വേണം. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മനസ്സമാധാനം വേണം, സന്തോഷം വേണം. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ദാമ്പത്യ ജീവിതം, അത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഡിവൈൻ്റെ, നമ്മൾ ഹോപ്പിനൊപ്പനും ഒക്കെ ചെയ്തിട്ടുണ്ടാകും, ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഒരാളെ മോശപ്പെടുത്തിയ രീതിയിൽ സംസാരിക്കുക, പാർട്ട്നേഴ്സിനെ ഒക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിനുള്ളിൽ കിടക്കും. കുറെ കാലങ്ങളായിട്ട് മാറാൻ കുറെ സമയം എടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും അവർ മാത്രമേ അവസാനം വരെ ഉണ്ടാകും. നമ്മുടെ മക്കളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോവും, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോവും, പാരന്റ്സ് എവിടേക്കും പോവും. നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ കൂടെ നമ്മുടെ വൈഫും മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്യുന്നത് ഒരിക്കലും എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. സെൽഫ് ലവ് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ
എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഇല്ല നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അയക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തിലല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. സുമ ചേച്ചി, സാജി, സബി, റുമീസ, ഹസ്ന ജോയിൻ ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചോദിക്കാനില്ലേ? ഈ പറഞ്ഞതൊക്കെ ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ശരിയാണോ ഈ കാര്യങ്ങൾ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ടത് മറ്റുള്ളവരിൽ നിന്നല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതായിരിക്കും. സെൽഫ് ലവ് ചെയ്യാന്നുള്ളത് ഒന്നാമത്തത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. സെക്കൻഡ് എന്ന് പറയുന്ന കാര്യം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ ഇരുന്ന് ശാന്തമായി ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. ചേച്ചി എഴുതണോ? ഓക്കെ, നോട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യം എന്താണെങ്കിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് എന്താണോ പറയാനുള്ളത് ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അത് എഴുതിയിട്ട് അവരെ നമ്മളെ ഏൽപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ലൈഫ് അങ്ങനെയാണ് എന്നുള്ള കുറെ അങ്ങനെ ഒരു കമ്പാരിസന്റെ കാര്യം ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും എന്ത് കൊണ്ടുപോകാൻ പറ്റില്ല? ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഈ ഒരു ശരീരം പോലും നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമ്മുടെ ആത്മാവിനല്ലാതെ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, കോടിക്കണക്കിന് രൂപ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെങ്കിലും പോകുന്ന സമയത്ത് ആ കോടീശ്വരനാണെങ്കിലും വളരെ പാവപ്പെട്ടവനാണെങ്കിലും പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ മണ്ണിനോട് മണ്ണായി ചേർന്ന് പോവും, അല്ലെങ്കിൽ കത്തിച്ചു കഴിഞ്ഞാൽ കാറ്റിനോട് കാറ്റായി പോവും. പക്ഷെ നമുക്ക് ഉണ്ടാവുന്നത് ഒരു ആത്മാവായിരിക്കും, നമ്മുടെ ചൈതന്യമായിരിക്കും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ദേഷ്യമൊക്കെ മാറ്റി, വിഷമം, വിദ്വേഷം കാര്യങ്ങളൊക്കെ മാറ്റി ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു സെഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. 14 days ആണ്. ഒരു സെഷൻ ഇപ്പൊ കഴിഞ്ഞുള്ളൂ, ഇത് സെക്കൻഡ് സെഷനാണ് വരാൻ പോകുന്നത്. ആ സെക്കൻഡ് സെഷനിക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ മായ ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ മായ ചേച്ചിക്ക് ഒന്ന് വിളിക്കട്ടെ. എനിക്ക് ഈ ലാപ്ടോപ്പിക്ക് പോസ്റ്ററിന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ മായ ചേച്ചി ഇപ്പൊ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫോണിന്ന് ജോയിൻ ചെയ്യുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ, ഫോണിന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആകെ ഒരു എക്കോ പ്രശ്നമാണ്, മൊത്തത്തിലൊരു പ്രശ്നമാണ്. അപ്പോ എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല, മൊത്തം ഒരു എക്കോ അടിച്ചുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു മാനേജർ എന്ന് പറയാം, മാനേജറാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ക്ലാസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു ഫാമിലി മെമ്പറാണ്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. പക്ഷെ മൈൻഡ് കോച്ചായിട്ട് പഠിക്കാനുള്ള ക്യാഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യുന്നില്ല. അതിനുള്ള ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആള്. അപ്പൊ ആളാണ് ഇപ്പൊ നമ്മുടെ പോസ്റ്ററിന്റെ കാര്യങ്ങള്, അതേപോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാട്ടോ നമ്മുടെ മെഡിറ്റേഷനൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മുടെ മെഡിറ്റേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾക്ക് സപ്പോർട്ടീവായിട്ട് മായ ചേച്ചി ഉണ്ടാവും. മായ ചേച്ചി നെക്സ്റ്റ് മന്തിൽ സൈക്കോളജിയുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുണ്ട്. അപ്പൊ ഞാൻ ആൾക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ടാവും. അവിടെ മഴയൊക്കെ ഉണ്ടാവും? ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇന്നലെ മഴയായിരുന്നു. ഓക്കെ, ഓക്കെ, ചേച്ചി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് സ്ക്രീൻ ഷെയറിങ്ങിന്റെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് ആൾക്ക്. സോ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. വർക്ക്ഷോപ്പിൽ ഇതുപോലെ തന്നെ നമ്മുടെ RLST, റിലേഷൻഷിപ്പ് ലവ് സെക്സ് തെറാപ്പി, ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ സ്ക്രീനിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
വീഡിയോ ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? സുമ ചേച്ചിനെ അവിടെ കാണുന്നുണ്ട് എനിക്ക്. ഞാനേ ഈ ഇതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്ക്രീൻ ഷെയർ ചെയ്ത സമയത്ത് സ്ക്രീനിന്റെ ഒപ്പം തന്നെ എന്താ പറയാ എൻ്റെ ഫേസ് ഒക്കെ കട്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടായ മാതിരിയാണ് ഉണ്ടായിരുന്നതെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോനെ ഒന്ന് ഓഫ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ചേച്ചിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുണ്ടോ ചേച്ചി? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ ഈ ഒരു സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 14 ദിവസത്തെ, ഞാൻ വീഡിയോ ഓണാക്കാം, ഏകദേശം 14 ദിവസത്തെ സെഷനാണ് ഉണ്ടായിരിക്കുക. 14 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ഓരോ ദിവസവും നമുക്ക് വാട്സപ്പ് ത്രൂ ആൻഡ് സിംഗിൾ ആയിരിക്കും. ആദ്യത്തെ 5 ദിവസം 1 by 1 സെഷൻ ആയിരിക്കും. ഞാനും നിങ്ങളും മാത്രമായിരിക്കും ഗൂഗിൾ മീറ്റ് ഉണ്ടാവുക. ഇതുപോലെ 8, 9, 10 പേരൊന്നും ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷനിൽ വരുന്ന പോലെ അങ്ങനെ കുറേ പേരൊന്നും ഉണ്ടായിരിക്കില്ല. വ്യക്തികൾ കുറവായിരിക്കും. 1 to 1 സെഷനിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്യൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് അത് ഞാനുമായിട്ട് സംസാരിക്കാം. ഓക്കെ, 1 hour 4 day ക്ലാസ്സസ് അങ്ങനെ ആയിരിക്കും. ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ത്രൂ തന്നെ ആയിരിക്കും നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തരുന്നുണ്ടാവുക. ചേച്ചി ഇത് അയക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ സെഷനിൽ, നമ്മളുടെ ഓരോ സെഷനിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നോട്ടിലായിരിക്കും എഴുതുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തരും. അപ്പം അതെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്തിട്ട് നമുക്കത് അയച്ചു തരണം. ഓക്കെ, ബ്ലർ ചെയ്തിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു തരും, എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. അതിന് നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ ഏറ്റവും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന, ഏറ്റവും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേജിലായിരിക്കില്ല നമ്മൾ ഉണ്ടായിരിക്കുക. ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ഹാപ്പിനെസ്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഓക്കെ, സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടല്ലേ, ഒന്ന് പിൻ ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ തംസപ്പ് ചെയ്യണേ. ചേച്ചി ഒന്ന് സൂം ചെയ്യണേ. ഓക്കെ, താങ്ക് യു. സോ ദി അൺസ്പോക്കിംഗ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ. അപ്പോൾ ദി അൺസ്പോക്കിംഗ് മാരേജ് ലൈഫ് റീറൈറ്റിംഗ് ദി റൂൾസ് എന്നുള്ളതാണ്. 5000 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത്. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് 2500 രൂപയ്ക്കാണ് കോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ഇത്രയും നേരം ഇരുന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഓഫർ എന്ന നിലയ്ക്ക് നമ്മളുടെ ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള 1111 എന്നുള്ള ആ ഒരു റേറ്റിലാണ് ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സ് തരുന്നത്. 24 hours ഉള്ളിൽ ആ ഒരു പേയ്മെന്റ് GPay ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഒരു എമൗണ്ട് ആയിരിക്കും. 24 hours ഉള്ളിൽ പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് 1111 നമ്മുടെ ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള, ഇപ്പൊ നമുക്ക് അറിയാലേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജെൻസിന്റെയും ലേഡീസിന്റെയും ഗ്രൂപ്പ് ഉണ്ട്. ആ ജെൻസിന്റെയും ലേഡീസിന്റെയും ഗ്രൂപ്പിൽ എന്താണ് 1 rupees മേടിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഗ്രൂപ്പിലേക്ക് നമ്മുടെ വ്യക്തികൾ ജോയിൻ ആയിരുന്നത് 1 rupeesലായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് 5000 രൂപയുടെ ഈ ഒരു കോഴ്സ് 14 ദിവസത്തെ ഒരു സെഷനാണ്. നമുക്ക് റിലേഷൻഷിപ്പ്, ലവ്, സെക്സ് തെറാപ്പി എന്നുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റത്തെ ഒരു 4 ക്ലാസ്സസ് നമ്മൾ 1 to 1 സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി 1 hour ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ആ സമയത്തായിരിക്കും ഞാൻ അവൈലബിൾ ആയിരിക്കുക. ദെൻ അതിനുശേഷമുള്ള സെഷൻസ് വാട്സപ്പ് ത്രൂ. അതേപോലെ തന്നെ പിന്നെ ഒരു സെഷൻ ലാസ്റ്റ് ഡേ ഓഫ് അവർ ക്ലാസ്, നമ്മുടെ 14ാമത്തെ ക്ലാസ്സിന്റെ അന്ന് എന്താണ് ലാസ്റ്റ് ഡേയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിൾ മീറ്റ് വയ്ക്കും. അന്ന് എല്ലാവർക്കും കൂടെ അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കവിടെ സംസാരിക്കാം. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സെഷൻ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യണം നിർബന്ധമൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു 1 hour തരുന്ന ക്ലാസ്സിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫ് അറിയാനും അതിനു വേണ്ടിയുള്ള കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തരാനും എനിക്ക് പറ്റും. ഓക്കെ, അതിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരുപാട് ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലത് നമ്മുടെ EFT പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ചെയ്യുമ്പോൾ
നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാവുന്ന മാറ്റത്തിലൂടെ തന്നെ നമ്മുടെ ലൈഫ് ടോട്ടലായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ചേഞ്ച് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഫാമിലി ലൈഫിലും നമ്മുടെ ഫുൾ കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോസ്റ്ററിൽ പറഞ്ഞ മാതിരി 5000 റുപ്പീസിന്റെ കോഴ്സ് 2500 ആണ്. 24 അവേഴ്സിനുള്ളിൽ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള 11,000 അല്ല 1111 1111 രൂപ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. അപ്പൊ ആ പോസ്റ്റർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ അനൗൺസ്മെന്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു GPay നമ്പറിൽ GPay ചെയ്യുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഈ മന്ത് 28-ാം തീയതിയാണ്. ഓക്കെ, ഈ മന്ത് 28-ാം തീയതിയാണ്. ഇനിയിപ്പോ ഇന്ന് പേയ്മെന്റ് അടയ്ക്കാൻ അല്ലെങ്കിൽ നാളെ ഈ ഒരു സമയത്തോടു കൂടി നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാൻ ഇല്ല എന്നുള്ള വ്യക്തികളാണെങ്കിൽ 28-ാം തീയതിക്ക് മുൻപ് 2500 രൂപ അടച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതുപോലൊരു സെഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു പേയ്മെന്റിലായിരിക്കില്ല ഉണ്ടായിരിക്കുക, ചിലപ്പോൾ 5000 തന്നെ ആയിരിക്കും. മേ ബി നമ്മുടെ അടുത്തൊരു സെഷൻ ഞാനും ഇപ്പൊ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്, ഈ സെക്സ് തെറാപ്പിയുടെ മാത്രമായിട്ട്, സെക്സിന്റെ മാത്രമായിട്ടുള്ളത്. അപ്പൊ അതും കൂടെ കംപ്ലീറ്റ് ആക്കി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. ആ സമയത്ത് ചിലപ്പോൾ പേയ്മെന്റ് കൂടുതലായിരിക്കും. ഇപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 24 അവേഴ്സിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടത് നല്ലൊരു മനസ്സമാധാനമുള്ള മനസ്സും നല്ലൊരു ലൈഫുമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും നല്ല തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ സ്വയമേ നിങ്ങളിൽ കുറെ നല്ല നല്ല മാറ്റങ്ങൾ കേട്ടോ അപ്പോൾ കൊണ്ടുവരിക. അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ മെസ്സേജ് ചെയ്യാം. ആൻഡ് ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഫീഡ്ബാക്സ് അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്സ് അറിയിക്കാം. താങ്ക് യു സബി, താങ്ക് യു സജി. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ചാക്കോ സർ. മായ ചേച്ചി ഇതിന് സ്ക്രീൻ ഓഫ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, സോ നമ്മുടെ അനൗൺസ്മെന്റ് ഗ്രൂപ്പ് എന്താണ്, ക്ലോസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, പേഴ്സണലി അയക്കുക കേട്ടോ. മെഡിറ്റേഷൻ ഗ്രൂപ്പും ക്ലോസ് ആണ് തോന്നുന്നു. പേഴ്സണലി അറിയിക്കുക. എൻ്റെ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ. സോ നവംബർ 28-ാം തീയതി തുടങ്ങുന്ന ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാവർക്കും 2500 രൂപ ഈ ഒരു QR കോഡിൽ സ്കാൻ ചെയ്തിടുക. 24 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് നൗ. ഹലോ മാം, വെബിനാർ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് തിരക്കായത് കാരണം എനിക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്, അതാണ് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ആ ഒരു സെഷൻ ഞാൻ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ 17ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ വേണ്ടി ഒരുപാട് കാര്യം മാം അതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങൾ, പക്ഷെ അതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഈ സെഷനിലൂടെ മാം നല്ല സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി തന്നു. പിന്നെ അതുപോലെ തന്നെ പല സമയങ്ങളിലും നമ്മൾ സംസാരത്തിന് ഒരു പ്രസക്തി ഇല്ലാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട്. എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്കുണ്ടായൊരു അനുഭവമാണത്. ഒരുപാട് വാക്കുകൾ നമുക്കുള്ളിലുണ്ട്, പറയണമെന്ന് തോന്നും, പക്ഷേ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അപ്പോൾ എന്ത് വേണമെന്ന് അറിയാണ്ട് പകച്ചു നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സെഷനിലൂടെ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടി. ആ ഒരു ലെറ്ററിൻ്റെ യൂസ് എന്തായാലും കൊള്ളാം, എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മാമിൻ്റെ അടുത്ത് നിന്ന് അറിയണം എന്നുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്.